നീയില്ലാതിരുന്നെങ്കിൽ ഞാൻ ഒന്നുമല്ലാതെ മാറിയേനേ. ഇന്നുള്ളതു മുഴുവനും നിൻ ജീവന്റെ ദാനമല്ലോ. നീയില്ലാതിരുന്നെങ്കിൽ ഞാൻ ഒന്നുമല്ലാതെ മാറിയേനേ. ഇന്നുള്ളതു മുഴുവനും നിൻ ജീവന്റെ ദാനമല്ലോ. വർണ്ണിച്ചിടാ വാക്കുപോരാ യേശുനാഥ, നിന്റെ സ്നേഹം വർണ്ണിച്ചിടാ വാക്കുപോരാ യേശുനാഥ, നിന്റെ സ്നേഹം. നീയില്ലാതിരുന്നെങ്കിൽ ഞാൻ ഒന്നുമല്ലാതെ മാറിയേനേ. ഇന്നുള്ളതു മുഴുവനും നിൻ ജീവന്റെ ദാനമല്ലോ. ഇന്നുള്ളതു മുഴുവനും നിൻ ജീവന്റെ ദാനമല്ലോ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. പ്രാവ് വൈകുന്നേരത്ത് അവന്റെ അടുക്കൽ വന്നു. അതിന്റെ വായിൽ അതാ ഒരു പച്ച ഒലിവില. അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് നോഹ അറിഞ്ഞു. ഈ ഒരു ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം എല്ലായിടത്തും പ്രതീക്ഷകളാണ്. ഇന്നും നിങ്ങളോട് ആ വചനം അങ്ങനെ തന്നെ തരികയാണ്. ജീവിതത്തിനകത്തൊരു പ്രതീക്ഷയുടെ സമയമാണ്. അടഞ്ഞു കിടന്ന, പുറത്തിറങ്ങാൻ കഴിയാഞ്ഞ, ഒതുക്കപ്പെട്ട, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാകാത്തൊരു കാലഘട്ടം. പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പോൾ പുതിയ പ്രതീക്ഷകൾ ഉണ്ടാകുകയാണ്. പെട്ടകത്തിൽ നിന്നൊരു പ്രാവിനെ നോഹ വെളിയിലേക്ക് പറഞ്ഞു വിടുന്നു. ആ പ്രാവ് തിരിച്ചു വരുമ്പോൾ അതിൻ്റെ വായിൽ ഒരു പച്ച ഒലിവില. ആമേൻ. ഈ പ്രാവെന്ന് പറയുന്നത് തന്നെ ഒരു നല്ല സൈനാണ്. പച്ച എന്ന് പറയുന്നത് തന്നെയും ഒരു നല്ല സൈനാണ്. ഒലിവില എന്ന് പറയുന്നതും അതിനേക്കാൾ മനോഹരമാണ്. ചില പ്രത്യേക സമയങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ എല്ലായിടത്തും പുതിയ പ്രതീക്ഷകൾ ദൈവം തരും. എന്തൊക്കെയോ കിളിർക്കുന്നു, നിങ്ങൾക്കായി എന്തൊക്കെയോ ഒരുങ്ങുന്നു. എവിടെയൊക്കെ ഒരു ശാന്തത വന്നു. പുതിയത് ചിലത് കിളിർത്തിരിക്കുന്നു. പുതിയത് ചിലത് നിങ്ങൾക്കായി തന്നെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ സൈനാണ് ഈ പ്രാവ് കൊണ്ടുവന്ന പച്ച ഒലിവില. പ്രിയപ്പെട്ടവരെ, കുറേ നീണ്ട നാളുകളായിട്ട് ജീവിതമൊക്കെ സ്റ്റക്കായി, അടുത്തൊരു മുന്നേറ്റം ഇല്ലാതെ നിങ്ങൾ ഇരിക്കുകയായിരിക്കും. എന്നാൽ പ്രാവ് കൊണ്ടുവരുന്നുണ്ട് ഒരു പച്ച ഒലിവില. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഇന്നിൻ്റെ ഒരു അഭിഷേകം തരാൻ ആഗ്രഹിക്കുന്നു. ഈ ഒലിവിൽ നിന്നാണ് ഒലിവെണ്ണ എടുക്കുന്നത്. ആലയത്തിൽ കത്തുന്ന എണ്ണ അതാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ലൈഫിൽ പുതിയത്
ചിലത് ചെയ്യാൻ പോകുകയാണ്. ആമേൻ. നിങ്ങളുടെ ലൈഫ് പ്രതീക്ഷകളിലേക്ക് പോക്കോ, നിരാശയിലേക്കല്ല, പ്രതീക്ഷകളിലേക്ക്. സാഹചര്യം എല്ലാം നിങ്ങൾ എത്രത്തോളം അറിഞ്ഞത് ഒത്തിരി നെഗറ്റീവ് ആയിരിക്കും. എന്തേ ചില പുതിയത്. യെസ് ബ്രദറെ, സിസ്റ്ററെ, ഫാമിലി, നിങ്ങളുടെ ലൈഫ് ഭയങ്കര പ്രതീക്ഷയുള്ളതാട്ടോ. ഇന്നത്തെ സിറ്റുവേഷൻസ് ഒന്നും കണ്ട് കരഞ്ഞു തീർക്കണ്ട. യേശുവിനെ വിശ്വസിച്ചു, ലൈഫ് ടോട്ടലി മാറും. പ്രതീക്ഷകൾ വരുന്നു കേട്ടോ. യെസ്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശു ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ അങ്ങ് തരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേൾക്കുന്ന ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ചില പുതിയ തളിർപ്പുകൾ ഉണ്ടാവട്ടെ, പുതിയ കിളിർപ്പുകൾ ഉണ്ടാവട്ടെ. അത് വളരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. മുമ്പുള്ളവയെ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട, ഇതാ പുതിയതൊന്ന് ചെയ്യുന്നെന്നുള്ള വചനപ്രകാരം കർത്താവ് പുതിയ മേഖലകൾ ഇവർക്കായി തുറന്നു വരട്ടെ. പഴയ എല്ലാ തിന്മയുടെ അനുഭവങ്ങൾ, നെഗറ്റീവായ അനുഭവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മറക്കുമാറാവട്ടെ. യേശുവെ, പരിശുദ്ധാത്മാവെ, അങ്ങ് അവരെ സഹായിക്കുന്നതിന് നന്ദി പറയും. ചില പുതിയ പ്രതീക്ഷകൾ, പുതുനാമ്പുകൾ തളർപ്പിക്കുന്നതിന് സ്തോത്രം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം അവളുടെ ജീവിതത്തിൽ ചില പുതിയ പ്രത്യാശകൾ ഉണ്ടാവുന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇവരുടെ അടുക്കിലേക്ക് ചില നല്ല പ്രതീക്ഷയുടെ വാക്കുകളുമായി ചില സമാധാന ദൂതന്മാർ വരട്ടെ. ഇവരുടെ അടുക്കിലേക്ക് ചില സമാധാനത്തിൻ്റെ വാക്കുകളുമായി ചിലർ വരട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ആ മാട്ടിൻ തൊഴുത്തിൽ കിടക്കുന്ന ശിശുവിൻ്റെ അടുക്കിലേക്ക് കിഴക്ക് നിന്ന് രാജാക്കന്മാർ വന്നതുപോലെ ഈ പ്രിയപ്പെട്ടവരുടെ അടുക്കിലേക്ക് ചിലത് വരുന്നതിനായി സ്തോത്രം. ഇവരുടെ ലൈഫ് പ്രതീക്ഷകൾ കൊണ്ട് നിറയട്ടെ. കർത്താവ് പുതിയത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ആ വചനം ഇവിടെ വെളിപ്പെട്ടല്ലോ. പണ്ടുള്ളവയെ ഓർക്കേണ്ടെന്ന്, മുമ്പുള്ളവയെ നിരൂപിക്കേണ്ടെന്ന്, പുതിയത് ചെയ്യുന്ന ദൈവത്തിനായി സ്തോത്രം. രോഗത്തിൽ നിന്ന് പുറത്തു വരട്ടെ, കടത്തിൽ നിന്ന് പുറത്തു വരട്ടെ, ഞെരുക്കത്തിൽ നിന്നും പുറത്തു വരട്ടെ. എവിടെയോ കിടക്കുന്ന ട്രാപ്പിനകത്തുനിന്ന് പുറത്തു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു, ഉയർത്തുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് ഇവരെ സൗഖ്യത്തിലേക്കും ആരോഗ്യത്തിലേക്കും ജീവനിലേക്കും കയറ്റുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിജമായിട്ട് ഇത് നിങ്ങൾക്കുള്ള ദൈവശബ്ദവട്ട. പ്രാവ് പച്ച ഒലിവിലയുമായി നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നു. ഗോഡ് ബ്ലെസ് യു.